ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്ന് എൻ്റെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആണ്. സത്യമായി രാവിലെ തന്നെ എനിക്കൊണ്ട് എന്നെ സൗണ്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം സമയം ഞാൻ 6 മണിയായപ്പോഴേക്കും എനിക്കും ഇപ്പം ടൈം 6:30 കഴിഞ്ഞു തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ അതിൽ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ. ഇന്നത്തെ ഒരു കാര്യങ്ങൾ ആലോചിച്ച് പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നല്ലോ, നിന്നിട്ടില്ലല്ലോ. അപ്പം ഹർത്താലെങ്ങാനും വെക്കുകയോ ഈശ്വര അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നിട്ടൊന്നല്ലേ. പക്ഷേ രാത്രി 9 മണി 10 മണിക്ക് ഇപ്പോൾ കൺഫേമായി ഇന്ന് മുടക്കുണ്ടാവില്ല. അപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ രാവിലെ നേരത്തെ എനിക്ക് പിന്നെ എന്താ പറയുക, ഇത് തന്നെ വിളി കിടക്കണോണ്ട് അലാറൊക്കെ വെക്കാണ്ടാണ് തന്നെയാണെന്ന് ഞാൻ ആലോചിച്ചത്. ഒയ്യോ, അല്ലെങ്കിൽ അലാറം 10 പ്രാവശ്യം അടിച്ചാലും എണീക്കണം. ഞാനിന്ന് അലാറം വെക്കാണ്ട് തന്നെ 5:50 ചെറിയ എണീറ്റു ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ത്രില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഓണ സെലിബ്രേഷൻ വയനാട് സംഭവം ദുഃഖാചരണ ആയിരുന്നു. അപ്പം അത്ര സെലിബ്രേഷൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പൂക്കൾ മത്സരം ഉണ്ടായിരുന്നു, അത്ര അല്ലാണ്ട് ഉള്ള ബഹളവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണത്തെ എന്താണെന്ന് അറിയില്ല, അടിപൊളിയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഒന്നും അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ധാവണി പോലത്തെയാണ് എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ബ്ലൗസ്, പാവാട, ഷോൾ അവിടെ ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ധാവണി പോലെ തന്നെ ഉടുക്കാം എന്നുള്ള രീതിയിലാണല്ലേ. വേറെ ഇതിന് മുകളിൽ നോക്കണം ഷോൾ വെച്ചിട്ട്. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അപ്പം ഇനിയും റെഡി ആയിട്ട് വരാമെന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. ഞാൻ ഡ്രസ് ഇട്ടിട്ട് വരാം. ബാക്കി ഡ്രസ് ഇട്ട് കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇനിയും ഷോള് വരും. ഷോള് ഞാനിങ്ങനെ അനക്കാണ്ട് വെച്ചേക്കാണ് കേട്ടോ, ഫ്ലീറ്റ് എടുത്തിരിക്കണോണ്ട്. ഇതാണ് ഷോള് വരണത്. അല്ല, ഷോള് തല്ലായിരുന്നു, സോറി. ഇതാണ് ഡ്രസ്സ്. ഷോൾ ഇനിയും ലാസ്റ്റ് ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഷോൾ ഇടുന്നത്. നല്ല ഇത്തിരി ഇറക്കം ഉള്ള ടൈപ്പാണ്. കുറച്ചുകൂടി ഇറക്കമുണ്ട്. ഇവിടെ ആയാലും സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇനി ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഫേസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഫൈനൽ ലുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ റെഡി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി പോവാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കോളേജിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, വടംവലി ടീംസ് മുന്നേ റെഡി ആയിട്ടിരിക്കുകയാണ് വടം വലിക്കാൻ. മുന്നേ ഒരു ഹായ് പറയൂ. മുന്നൊരു ഹായ് പറയടാ. എന്താ ഹായ് പറയാത്ത നാളാട്ടോ. ഇൻട്രോവേർട്ട് അല്ലേ, അതുകൊണ്ടാണ്. വടം വലിക്കാൻ പോവാണ്. വടംവലി ടീംസ്. വടം വലിക്കുന്ന ആൾക്കാർ നല്ലോണം മുത്തണം. നീ നല്ലോണം എന്റെ കണ്ട ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിയ കമ്മലാണ്. എന്റെ കമ്മലുണ്ട് ഇൻസ്പയർഡ് ആയി വാങ്ങിയ ഇത് കണ്ടിട്ട് അവന് ഇഷ്ടമായിട്ട് അവൻ വാങ്ങിയ കമ്മലാണ്. പോസ്റ്റ് കണ്ടില്ലേ? എത്ര കമ്മലാണ്? ആകെ ഒരു കമ്മലുള്ളൂ. അത് കമ്മലല്ല. കൊള്ളല്ലേ? ആര് വാങ്ങിച്ചത്? പൊള്ളി പൂക്കള മത്സരം നടക്കാണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫുൾ ഓണം വൈബ്. എല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഓൺ ദ വേ എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ഒരെണ്ണം പോലും വന്നിട്ടില്ല, ഒക്കെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. പൂക്കള മത്സരത്തിൻ്റെ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പീസ് അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. കളർക്കോട് രതീഷിൻ്റെ അവിടെ നിർത്താൻ പോകുന്നുണ്ട്. എല്ലാവരും കളർക്കോട്. ഇങ്ങനെ പൂവൊക്കെ ഞങ്ങൾ അരിഞ്ഞു തുടങ്ങി കളത്തിലിടാൻ വേണ്ടിയിട്ട്. കള വരച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 11:30 വരെ കേട്ടോ ടൈം ആവുള്ളൂ. ഇവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. സമയം 10:30 കഴിഞ്ഞു. പല കുറെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചാനലുകാരൊക്കെ ഞങ്ങളുടെ അന്യാമിസ് അവിടെ മാവേലി വരാറായെന്ന് പറഞ്ഞ വീഡിയോ വന്നപ്പോൾ അപ്പം ഞാൻ പൂവൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് വടംവലി മത്സരം തുടങ്ങും.
വടംവലി കുറച്ച് ലാഗാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ നിരന്ന് നിൽക്കുക 4 ഗജവീരന്മാര്. എടുപ്പതേ ബികോമും BTNS തമ്മിലുള്ള വാശ്യര മത്സരം. അപ്പോൾ തുടങ്ങും വടംവലി. വാശ്യര മത്സരമാണ് ഗേസ്. കൊണ്ടുപോയി ബികോ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അടിച്ചു ഗൈസ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ കപ്പടിച്ചിട്ട് നല്ലോണം ടാൻ അടിച്ച് ഇത്ര നേരം കൊണ്ട് കഴിഞ്ഞ. ഞങ്ങൾ മഴ പ്രതീക്ഷ വന്നിട്ട് വെയിലല്ലേ. മഴ സത്യമായിട്ട് പ്രതീക്ഷിച്ചത്, പക്ഷെ നല്ല വെയിലായി. ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റുള്ള ആവി വർക്കാവി. ടയർഡായി ഫുൾ. ചെണ്ടരടി ചെണ്ടവേള നിന്റെ മൊന്നെ. അതാണ് വെയിറ്റ് ചെയ്തിട്ടുള്ള സംഭവം. അതാണ് വെയിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത സംഭവം അതാണ്. അത് ഇനി കുറച്ചേരം കഴിയുമ്പോൾ വൈബായിരിക്കും. ഇനി ഫോണിൽ ഇപ്പം ചാർജ് തീരാറായി വീഡിയോ ഒക്കെ എടുത്തു. ഒന്നാമത്തെ ഒരു ചൂടാണ് സഹിക്കാൻ പറ്റുന്നത്. വേറെ എന്ത് സഹിക്കാം, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റുള്ള നല്ല ടാൻ അടിച്ച് എൻ്റെ കോലം കണ്ടിട്ട് ഇങ്ങനെ വന്ന ഞാൻ ടാൻ അടിച്ചപ്പോൾ എൻ്റെ മുഖമൊക്കെ ഇതിങ്ങനെ. കോളേജിലെ പരിപാടികൾ ഏകദേശം ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇനി ഒരു 3:30 ആകുമ്പോൾ പിന്നെയും ചെണ്ടമേളം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളാണ്. ഓക്കെ അരത് ലൈസണല്ലേ ഇത് എല്ലാം കണ്ടുപിടിച്ചുള്ള നമുക്കാണുള്ളത്. ഫോട്ടോഷൂട്ടാണോ ലൈസ? ഫോട്ടോഷൂട്ടാണോ? ഫോട്ടോയില്ലാത്ത ക്യാമറമാൻ ബേസിലിൻ്റെ ഒപ്പം ലൈസൺ ലൈജു ഫോട്ടോ എടുക്കുന്നു. എന്താ മാസ് ഉഷാറായിട്ട് കാത്തിരുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എത്തിയുള്ളൂ. ഇപ്പോൾ സമയം 6 മണി 6 സത്യം പറഞ്ഞാൽ പരിപാടി ഇപ്പോഴും കഴിയില്ലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ശോകം അടി ഓണത്തല്ലൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പരിപാടി ആകെ കഴിഞ്ഞു. അങ്ങനെ അത് വീട്ടിലെത്തി. ആകെ വയ്യാണ്ടായി. കാലൊക്കെ വേനെടുത്തിട്ട് വെള്ളം തുള്ളി മനുഷ്യൻ വയ്യാണ്ടായി. അപ്പോൾ ഇത്തവണത്തെ ഓണപ്പരിപാടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ വയനാടിൻ്റെ ദുഃഖാചരണം കാണാൻ അധികം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ നല്ലോണം പരിപാടി ഉണ്ടായി. പക്ഷെ കുറേ ക്ലിപ്സ് മിസ്സായിട്ടാണ്. ഞങ്ങളവിടെ പൂക്കള മത്സരത്തിന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫ്ലാഷ് മോബൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ മിസ്സായി. ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെയും ഈ പരിപാടി ഫ്രണ്ടിലാണ് നടന്നിരുന്നത്. അങ്ങനെ കുറച്ച് ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി കുറച്ച് മിസ്സായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.